നമ്മളൊരു 10 മിനിറ്റ് ക്യാരറ്റ് നന്നായിട്ട് പാലിൽ വേവാൻ വേണ്ടി വെച്ചിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? കുറച്ച് ബാക്കി പാലും കൊണ്ട് ഒഴിക്കാം. ദേശം വെന്ത് നല്ല ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ബാക്കി പാലും കൂടെ മൊത്തം ഒഴിക്കട്ടെ. ഇനി പഞ്ചസാര വറ്റണം, ഇടയ്ക്കിടയ്ക്ക് തിളച്ച് വറ്റണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക, തിളപ്പിക്കുക, വറ്റിക്കുക. ഇളക്കുകയും ചെയ്യണം, നെയ്യും ചേർക്കണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഒരു 5 മിനിറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ആദ്യം ഇപ്പം ചെയ്ത് ക്യാരറ്റ് സ്ക്രേപ്പ് ചെയ്തു. അത് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചു. അതേ ബാക്കിയുള്ള നെയ്യിൽ നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചു. അതിൻ്റെ പച്ചപ്പ് മണം മാറിയപ്പോഴത്തേക്ക് ലേശം പാലൊഴിച്ചിട്ട് ഒരു 1/2 ലിറ്റർ പാലെടുത്തിരുന്നു. അതിൻ്റെ പകുതി പാല് നമ്മൾ ഒഴിച്ച് വേവിച്ചു. അതൊരു 10 മിനിറ്റ് വെന്ത് നല്ല ഈ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് മുറുകിയിട്ടുണ്ടായിരുന്നു. ആ വെന്തയിലേക്ക് നമ്മൾ ബാക്കി പാലും കൂടെ ഒഴിച്ചു ഇളക്കി വെച്ചിരിക്കുക. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പാല് വറ്റിക്കുകയും വേണം. ഇത് പാല് വറ്റി ക്യാരറ്റിൻ്റെ ഓറഞ്ച് എല്ലാം ഓറഞ്ച് ഷെയ്ഡും ഏകദേശം ഒരു സൺസെറ്റ് കളർ പോലെ. ഇതിപ്പോൾ തിളച്ച് തുടങ്ങി കേട്ടോ. നമുക്കപ്പോൾ ഇളക്കി തുടങ്ങാം. നല്ല പെട്ടെന്ന് വെച്ചാൽ ആദ്യത്തെ പാൽ എനിക്ക് നന്നായിട്ട് ചൂടായിരുന്നോണ്ട് ഇത് പൊന്തി പോകാതെ നോക്കണം അല്ലേ? ഇളക്കിയിട്ട് പാലുള്ളതുകൊണ്ട് തിളച്ച് ചാടാൻ സാധ്യത. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇട്ടിട്ട് പോകരുത്. ആദ്യം ഉണ്ടാക്കുന്ന ആൾ കൂടെ നിൽക്കണം അല്ലേ? അപ്പം തന്നെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് നല്ല കുറുകി വരുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കുറച്ച് വറ്റി കഴിഞ്ഞ് ചേർക്കാം. മൊത്തം ചേർക്കട്ടെ. ഇതൊരു കപ്പോളം ഉണ്ട്. എക്സ്ട്രാ മധുരവും കൊഴുപ്പും രുചിയും എല്ലാം കൂടെ കിട്ടാനല്ലേ? കേട്ടിട്ടുണ്ടോ? ബ്രാൻഡ് നെയിം വെച്ചിട്ടായിരിക്കും പറയാം. മിൽക്ക് മെയ്ഡെന്നേ പറയുള്ളൂ. മിൽക്ക് മെയ്ഡുകാർ കൂടുതൽ ഇറക്കുന്നുണ്ട്, കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് എന്നുള്ളത് ആദ്യം ആരും പറയില്ല. എല്ലാവരും മിൽക്ക് മെയ്ഡ് എന്നാണ് പറയുക. നോൺ സ്റ്റിക്ക് പാനായിട്ട് നമുക്ക് പേടിക്കണ്ട, അല്ലെങ്കിൽ അടി പറ്റുമല്ലേ, അടി പിടിക്കും എന്നുള്ളൊരു പേടി എപ്പോഴും ശ്രദ്ധിക്കണം. കുറുകി വരുമ്പോൾ അല്ലേ? ഇപ്പം പേടിക്കണ്ട. ഇപ്പം കുറച്ച് നല്ല നിറയെ പാലുള്ളുണ്ട്.